ശബരിമലയടക്കമുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയാക്കിയിട്ടും പരമ്പരാഗത വോട്ടുകൾ ചോർന്നതായി ബി.ജെ.പി. വിലയിരുത്തൽ. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ന്യൂനപക്ഷ ഏകീകരണം തിരിച്ചടിയാകുമെന്നും ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നു. സംഘടിതമായി എതിർത്തത് മോദി വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമാവില്ല എന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിക്കഴിഞ്ഞു. ത്രികോണ മത്സരം സാധ്യമാകാത്തിടത്തുപോലും വോട്ട് ശതമാനം ഉയർത്താനുള്ള സുവർണ അവസരമുണ്ടെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ബി.ജെ.പി. വിലയിരുത്തൽ. എന്നാൽ പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ പരമ്പരാഗത വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായെന്നാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വോട്ട് ചോർച്ച പരസ്യമായി നിഷേധിക്കുമ്പോഴും മനസാക്ഷിയുള്ള പ്രവർത്തകർക്ക് മാറി വോട്ട് ചെയ്യാനാവില്ലെന്ന് മാത്രമാണ് ബി.ജെ.പിയുടെ പ്രതികരണം. മനസാക്ഷിയുള്ള ഒരു ബി.ജെ.പിക്കാരനും ബി.ജെ.പിയുടെ പുലബന്ധമുള്ളവർ പോലും അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. NSS നിലപാട് സംസ്ഥാനാടിസ്ഥാനത്തിൽ അനുകൂലമാകാതിരുന്നതും തിരിച്ചടിയായി. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം നടന്നതായി ബി.ജെ.പി. കരുതുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ സംഘടിച്ച് അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, അത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ട വിധത്തിൽ കണക്കാക്കിയാണോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കട്ടെ. വിശ്വാസി വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമാകാതിരിക്കാനുള്ള നീക്കങ്ങൾ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ RSS നടത്തിയിരുന്നു. വടകര പോലുള്ള മണ്ഡലങ്ങളിൽ CPM വിരോധം കോൺഗ്രസിന് അനുകൂലമാകുമെന്നും ബി.ജെ.പി. കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചോർന്ന വോട്ടുകൾ ഏത് പെട്ടിയിലേക്ക് പോയെന്ന കാര്യത്തിലും ബി.ജെ.പി. നേതൃത്വത്തിന് വ്യക്തതയില്ല. മീഡിയ 1 കോഴിക്കോട്, തിരുവനന്തപുരം.